എവിടെയെങ്കിലും ഡോൾഫിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ആവശ്യത്തിന് പോയി. വള്ളംകളി മത്സരം പോലെ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ഗോവയിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് ടാക്സി വണ്ടിയിൽ നമ്മൾ പോവുകയാണ്. നമ്മൾ നമ്മുടെ താമസ സ്ഥലത്തേക്കാണ് ആദ്യം പോകുന്നത്. ഇന്ന് നമ്മുടെ താമസ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ഡോൾഫിൻ പോയിൻറ്റിലോട്ടാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ഗോവൻ കാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ ഹിന്ദിക്കാരനാണ്. ഞങ്ങൾക്കാർക്കും ഹിന്ദി അത്ര വശമില്ല. അപ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഞങ്ങൾ പറഞ്ഞൊപ്പിച്ചാണ് പോകുന്നത്. നല്ല രസമുള്ളൊരു പരിപാടി കേട്ടോ. ഇതാണ് നമ്മൾ വന്ന കാറ്, എർട്ടിക കാറാണ്. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. നമ്മൾ താമസ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. ഒരു വലിയ ഹോട്ടൽ തന്നെയാണ്. സ്വിമ്മിംഗ് പൂളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മളിവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. നമ്മളിവിടെ റൂമിലോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ ഓൾറെഡി ഞങ്ങൾ ലേറ്റാണ്. ഇപ്പോൾ 12 മണിയായി. ഇപ്പോഴാണ് ഞങ്ങൾ റൂമൊക്കെ കിട്ടിയൊന്ന് ഫ്രീ ആയത്. ഇനിയാണ് ഞങ്ങൾ കറങ്ങാൻ പോകുന്നത്. അപ്പം പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോവയിലെ കാഴ്ചകൾ കണ്ടു നോക്കാം. ഞങ്ങൾ താമസിക്കുന്ന ഷാലോം റെസിഡൻസി. ഇവിടെ നമുക്ക് റൂം ബുക്ക് ചെയ്തെങ്കിലും ഇവിടെ വന്നപ്പോൾ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒക്കെ റെഡിയായി വന്നപ്പോഴത്തേനും ഒരുപാട് താമസിച്ചു. ഈ കാറിലാണ് നമ്മുടെ യാത്രകൾ. ഗോവയിലൊക്കെ വരുന്നവരെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. ഞങ്ങൾ 6 പേരാണ് വന്നത്. 2 മക്കളും ഞങ്ങൾ 4 പേരും. പക്ഷേ ഞങ്ങൾ മുതിർന്നവരുടെ എല്ലാവരുടെയും ആധാർ കാർഡ് കയ്യിൽ കരുതിയിരുന്നു. മക്കളുടെ 2 ആളുടെയും ആധാർ കാർഡ് കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് റൂം കിട്ടാൻ ഒരുപാട് താമസം ഉണ്ടായത്. ഒക്കെ ബുക്ക് ചെയ്തെങ്കിലും ആധാർ കാർഡ് ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ കുറേ വർത്തമാനങ്ങളൊക്കെ പറയേണ്ടി വന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ വരുന്നവർ, ഗോവയിലോട്ട് യാത്ര ചെയ്യുന്നവർ തീർച്ചയായിട്ടും എല്ലാവരുടെയും ആധാർ കാർഡോ ഏതെങ്കിലും ID കാർഡോ കയ്യിൽ കരുതേണ്ടതാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയ പോലെ അബദ്ധം പറ്റും. നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ റൂം എടുക്കുന്ന ഒരാളുടെ ആധാർ കാർഡ് മാത്രം മതി, അല്ലെങ്കിൽ ID കാർഡ് മാത്രം മതി. ഇവിടെ അതുപോലെ എല്ലാവരുടേതും വേണമെന്നാണ് അവർ പറയുന്നത്. എന്തിനാണാവോ? നമ്മൾ ഡോൾഫിൻ പോയിന്റിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ അതേ കാഴ്ചകളാണ് ഗോവയിലും. നോക്കി നോക്ക്. ഇതിന് തന്നെ 400 റുപ്യ വെച്ച് വന്നിട്ടുണ്ട്. ഞാൻ ക്രൂയിസിനായിരിക്കും 400. നോക്കി നോക്കാം അതെന്താ സംഭവം എന്ന്. വാങ്ങ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഡോൾഫിൻ പോയിന്റിലോട്ടാണ്. ഡോൾഫിൻ പോയിന്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് 400 റുപ്യൻ്റെ ടിക്കറ്റ്. ബോട്ടിലാണ് അങ്ങോട്ട് പോവുക. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. അതിനിടയ്ക്ക് ഇവിടെ നല്ല ഒരുപാട് കടകളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാം. നല്ല കത്തി റേറ്റാണ്. വൈഫും മോളും സിഗ്മേഷൊക്കെ കൂടെ തൊപ്പിയൊക്കെ വാങ്ങുകയാണ് അവിടെ. ഇതാ വന്നപ്പോൾ തന്നെ തുടങ്ങിയ ഒരു പർച്ചേസ്. ഞാൻ പിന്നെ എനിക്ക് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കുപ്പി വെള്ളവും വാങ്ങിയിട്ട് ബോട്ടിൽ കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇതാണ് നമുക്ക് പോകേണ്ട ബോട്ടുകളാണ് ഈ കാണുന്നത്. ആ അഥവാ ഞാൻ വീണ നിങ്ങളാരും ജാക്കറ്റ് ഇട്ട് ഞാൻ എന്താണ് ഇതാവൂലേ രഞ്ജു? ഞാൻ എന്താണ് വരൂലേ? അമ്മിക്കൂട്ടം വേണേ. ഞങ്ങള് ബോട്ടില് ഡോൾഫിൻ പോയിന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചാർജ് ആക്കി പവർ ബാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടിയിലുണ്ടല്ലോ. വണ്ടിയിലുണ്ടോ കാര്യമില്ല. ഇവിടെ ഈ കാണുന്ന ബോട്ടുകളെല്ലാം ഡോൾഫിനെ കാണാൻ വേണ്ടിയിട്ട് വന്നവരാണ്. ഡോൾഫിൻ പോയിന്റിൽ, അതായത് ഇവിടെ ഇങ്ങനെ ഡോൾഫിൻ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ചാടും. നമുക്കത് കാണാം. ആ കാഴ്ച കാണാനായിട്ട് 400 രൂപേൻ്റെ ടിക്കറ്റ് കൊടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത്.
ബോട്ടുകളെല്ലാം പല പല സ്ഥലത്തായിട്ട് ഇങ്ങനെ പയ്യെ പയ്യെ പോകും. എവിടെയെങ്കിലും ഒരു ഡോൾഫിനെ കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ബോട്ടുകളെല്ലാം കൂടി സ്പീഡിൽ പോകും. നല്ല രസമുള്ളൊരു പരിപാടി. മുന്നിൽ ചാടുന്നുണ്ട്, അവിടെ ചാടുന്നുണ്ട്. ഞാനും ജസ്റ്റ് ഒന്ന് കണ്ടു, അവരെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ എവിടെയോ ഒന്ന് ചാടിയിട്ടുണ്ട്. എല്ലാ ബോട്ടിലുള്ളവരുടെയും ശ്രദ്ധ എവിടെയാണ് ഡോൾഫിൻ ചാടുന്നത് എന്നുള്ളതാണ്. നമ്മളും അത് നോക്കി നിൽക്കും. ആ സെക്കൻഡിൽ കാണണം. വീഡിയോ എടുക്കാൻ എല്ലാവരും തയ്യാറായിട്ടുണ്ട്. ഞാനും നോക്കി നോക്കാം. ഈ പോണ ബോട്ടൊക്കെ ഡോൾഫിനെ കാണാൻ വേണ്ടി ഇങ്ങനെ പോവാണ്. എവിടെയെങ്കിലും ഡോൾഫിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ആവശ്യത്തിന് പോയി. വള്ളംകളി മത്സരം പോലെ. ഒരു മണിക്കൂറാണ് 400 രൂപയ്ക്ക് നമുക്ക് ഈ കടലിൽ ഇങ്ങനെ കറങ്ങുന്നത്. ഡോൾഫിനെ കാണുക മാത്രമല്ല, ഇവിടുത്തെ സെൻട്രൽ ജയിൽ കാണാം, അഗോഡ ഫോർട്ട് കാണാം. അങ്ങനെ കുറേ സംഭവങ്ങളിലൂടെ നമുക്ക് ഈ യാത്രയിൽ കാണാൻ പറ്റും. ഇപ്പം നാനാ വഴിക്കുള്ള ബോട്ടുകളും സ്ലോ ആക്കി നിർത്തിയിരിക്കുകയായിരിക്കും. എവിടെയെങ്കിലും ഡോൾഫിൻ്റെ തല പൊന്തിക്കഴിഞ്ഞാൽ എല്ലാ ബോട്ടുകളും അവിടേക്ക് പാഞ്ഞെടുക്കും. നല്ല രസമുള്ളൊരു സംഭവമാണ് നടക്കുന്നത്. അതിന് വേറെ ചാടുന്നുണ്ടോ നോക്കിക്കാണ്. ഡോൾഫിൻ ചാടി കഴിഞ്ഞാൽ ഒക്കെ സ്പീഡ് കൂട്ടിയാൽ വഴിക്ക് വരും. അതാണ്. അത് ഞാൻ കണ്ട്. അവിടെ സാധനം അവൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ വലിയ സാധനം തോന്നുന്നുണ്ടല്ലേ. ബോട്ടുകളൊക്കെ സ്ലോവിലോടും. എവിടെയെങ്കിലും ഡോൾഫിനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ കാണിക്കാനായിട്ട് പറ്റും. അതാണ് സംഭവം. ഡോൾഫിനെ കാണുന്നത് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല. കാരണം കുറേ ദൂരെ ഡോൾഫിൻ ചാടുന്ന കാണുക. ഒരു സെക്കൻഡ് കൊണ്ട് സംഭവം ചാടിക്കഴിയും. അതുകൊണ്ട് നമുക്ക് ഡോൾഫിനെ കാണാൻ പറ്റും, പക്ഷെ വീഡിയോ എടുക്കാൻ കഴിയില്ല. എല്ലാ ബോട്ടും സ്പീഡ് കുറച്ച് എവിടെയെങ്കിലും ഡോൾഫിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ സ്പീഡും കൂട്ടിയെ എവിടെയോ ഡോൾക്കാടിയിട്ടുണ്ട്. കഴിഞ്ഞ് അത് കിട്ടി കുറച്ച്. അത് കിട്ടി. ആറ് 7 ഡോൾഫിൻ ചാടുന്ന കണ്ടു. പക്ഷേ ഒരു ഡോൾഫിനെ മാത്രമാണ് എൻ്റെ വീഡിയോയിൽ കുറച്ചെങ്കിലും ഒന്ന് കണ്ടത്. അതൊരു സെക്കൻഡേ ഉണ്ടാവുള്ളൂ. ആ ചാട്ടത്തിൽ നമുക്ക് കിട്ടണം. അത് ഒരുപാട് ദൂരെയാണ്. അപ്പോൾ സൂം ചെയ്ത് കിട്ടുകയും ചെയ്യണം. എവിടെ ചാടുമെന്ന് അറിയില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ സെൻട്രൽ ജയിൽ, അഗോഡ ഫോർട്ട്, അതൊക്കെയാണ്. അതൊക്കെ ഒന്നിനും കണ്ടുവരാം. ആ കാണുന്നതാണ് സെൻട്രൽ ജയിൽ.
सेंट्रल जेल नीचे का नीचे वाला सेंट्रल जेल है ये अंडरग्राउंड जेल है 400 साल पुरानी जेल है अभी ये बंद हो गया इसके ऊपर देखिए आदमी खड़ा है देखिए आगवाड़ा फोर्ट अगोड़ा फोर्ट जो व्हाइट एंड ऊपर ऑरेंज कलर का दिखाई दे रहा है ऊपर वो लाइट हाउस रात को ആ കാണാനാണ് അഗോഡ ഫോർട്ട് ആ മോൾ സൈഡ് അഗോഡ ഫോർട്ട് ആ കുറച്ച് ഇത് കണ്ടില്ലേ ആ അതാ അഗോഡ ഫോർട്ട് താഴത്തെ സെൻട്രൽ ജയിൽ അത് ലൈറ്റ് ഹൗസ് സെൻട്രൽ ജയിൽ അഗോഡ ഫോർട്ട് ആ മോളിൽ കാണുന്ന അഗോഡ ഫോർട്ട് കേട്ടാ അത് സെൻട്രൽ ജയിൽ ജയിലിന് മുന്നിൽ നമ്മുടെ ഫ്ലാഗ് കണ്ടു അതാണ് ജയിലിലോട്ടുള്ള വഴി കടൽക്കൂടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ബോട്ടിലൊക്കെ. നമ്മളപ്പോൾ യാത്രയിൽ ലൈറ്റ് ഹൗസും അതുപോലെ തന്നെ അഗോഡ ഫോർട്ട്, സെൻട്രൽ ജയിലും ഒക്കെ നമ്മൾ ഇതിൽ കൂടെ കണ്ടു കേട്ടോ. നമ്മളപ്പോൾ ഡോൾഫിൻ പോയിന്റിലെ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ബോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. കിടക്കുന്ന ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകുന്ന ബോട്ടുകളാണ്, ഒരുപാട് ബോട്ടുകളുണ്ട്. ഈ മദാമേനെ അറിയോ? നമ്മുടെ വൈഫാണ് മദാമായിട്ട്. 400 രൂപ കൊടുത്ത കുറേ കാഴ്ചകളുണ്ട്, പക്ഷേ നഷ്ടമാണ്. ഉണ്ണിക്കുട്ട എവിടെ എവിടെ? ഇത് 2 മദാമകൾ വേറെ. അവരോട് പോയി അവിടെ എടുക്കല്ലേ നമുക്ക്? ശരിക്കും ഈ ഡോൾഫിൻ പോയിന്റിൽ നമ്മൾ വരുന്ന നഷ്ടമാണ്. കാരണം 400 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. പക്ഷെ അവിടെ കയറി കാണുക പറഞ്ഞാൽ ഡോൾഫിനെ കണ്ടാൽ മാത്രമേ ലാഭമുള്ളൂ. ഞങ്ങൾ 5 കണ്ടു, പക്ഷേ എന്നാലും നഷ്ടമാണ്. 400 രൂപയ്ക്ക് നമുക്ക് നഷ്ടമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ പൈസ എന്ന് പറയുന്നത് 30 രൂപയാണ്. 18 രൂപയാണ് MRP എങ്കിലും 30 രൂപയാണ് ഒരു വെള്ളത്തിനൊക്കെ വാങ്ങുന്നത്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ഗോവയിലേക്ക് വരുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഗോവയിലെ മറ്റൊരു കിടിലൻ കാഴ്ചയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ് ഇതാണ്. നൂഡിൽസ് ഉണ്ട്, ബിരിയാണി ഉണ്ട്, അതുപോലെ ഫ്രൈഡ് റൈസും ഉണ്ട്. ഓരോരുത്തരും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി കഴിച്ചു. ഇനി നമ്മൾ പുതിയ കാഴ്ചകളിലേക്ക് പോവുകയാണ്. പക്ഷേ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.